ഉമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബെല്ലയും കെവിനും കൂടി നന്ദനെ കണ്ടിട്ട് നന്ദനോട് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് സംസാരിക്കണത്. ഇനി ദേവിക ഇങ്ങോട്ട് വരാനേ പാടില്ല എന്നുള്ള രീതിയിൽ നന്ദനോട് സംസാരിക്കുമ്പം അതെന്താ ബെല്ല നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, നിന്നോട് എനിക്ക് ഒരുപാട് സ്നേഹവും കടപ്പാടൊക്കെ ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും ചെയ്യൂല. ഇനിയിപ്പോൾ ആരെന്നോട് ചോദിച്ചാലും എല്ലാം ചെയ്തത് ഞാനാന്ന് പറഞ്ഞോളാം, നിങ്ങളിതിലേക്ക് വലിച്ചൊഴിക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഇസബെല്ലയ്ക്കും കെവിനും നല്ല പേടിയുണ്ട്. അത് ഋഷിയുടെ കൊലപാതക കേസിൽ പ്രതിയാവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം നന്ദന അറിഞ്ഞെങ്കിലോ എന്നുള്ള പേടി തന്നെയാണ്. പിന്നീട് താഴെ വന്നിട്ട് പ്രഭാവതിയോടും ആ രീതിയിൽ തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. ആൻറ്റി, ഇത് ഞങ്ങൾ അങ്ങനെ അംഗീകരിച്ച് തരുമെന്നൊന്നും വിചാരിക്കേണ്ട. ഇനി ഞങ്ങളുടെ പേരെങ്ങാനും ഇതിലേക്ക് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും. ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആൻറ്റി കാണാനിരിക്കണുള്ളൂ എന്ന് പറയുമ്പം ഈ പ്രഭാവതി ആണെങ്കിൽ ആകെ അമ്പരന്ന് പോകുന്നുണ്ട്. കാരണം ഇസബെല്ല ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. നേരം പ്രഭാവതി മാക്സിമം അവരെ സമാധാനപ്പെടുത്തി വിടുന്നുണ്ട്. പോകാൻ നേരം ഇസബെല്ല ഭീഷണി പോലെ പറയുന്നുണ്ട് ദേവികയെ ഇനി ഇങ്ങോട്ട് അടുപ്പിക്കരുതെന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ പ്രഭാവതിക്ക് സ്വാഭാവികമായും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അന്നേരം കെവിൻ വന്നിട്ട് പറയുന്നുണ്ട് അവളുടെ ദേഷ്യത്തിന് പറഞ്ഞത് ആൻറ്റി, എന്തായാലും ഇനി ഇതിൻ്റെ പേരിൽ കേസോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഞങ്ങളുടെ പേര് അതിലേക്ക് വരരുതട്ടോ എന്ന് പറയുമ്പം ഇല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒരിക്കലും ഞങ്ങൾ പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കെവിനും ഇസബെല്ലയും പോകുന്നുണ്ട്. പിന്നീട് ഇവർ പോയി കഴിഞ്ഞതും പ്രഭാവതിയാണെങ്കിൽ നന്ദനോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പണിയാണ് നന്ദു നീ കാണിച്ചത്, ദേവികയോട് ഇതൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദേവി മാത്രമല്ലല്ലോ അച്ഛനും ഗിരീഷേട്ടനും അറിയാലോ എന്ന് പറയുമ്പം നീ ദേവികയോട് പറഞ്ഞതുകൊണ്ടല്ലേ സിദ്ധുവും ഗിരീഷൊക്കെ ഇത് അറിഞ്ഞത്. ഇനിയിപ്പോൾ ഗിരീഷ് വഴി രജനിയും അറിയും. അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ അമ്മേ, എന്തായാലും നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഋഷിയെ കൊന്നതിന് ശേഷം ഞാൻ മനസ്സമാധാനമായിട്ട് ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല. കുറ്റം ഏറ്റു പറഞ്ഞ് അതിനുള്ള ശിക്ഷ വാങ്ങാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിലും എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഇത് പുറത്തറിഞ്ഞാലുള്ള നാണക്കേടും മാനക്കേടും അത് മാത്രമല്ല, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കണ ദേവികേനെ തന്നെയായിരിക്കും. എം എൽ എയുടെ ഭർത്താവായതുകൊണ്ട് എം എൽ എയുടെ ഭർത്താവ് ഒരു കൊലയാളിയാണ്, അതുകൊണ്ട് എം എൽ എ രാജിവെക്കണം എന്നായിരിക്കും ആദ്യം തന്നെ പ്രതിപക്ഷം പറയാൻ പോണേന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അമ്മേ, എന്തായാലും നമ്മൾ ഇനി മുന്നോട്ട് തന്നെ നീങ്ങണം, കേസായിട്ട് മുന്നോട്ട് പോകണം, കിട്ടുന്ന ശിക്ഷ എന്തായാലും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാന്ന് പറയുമ്പോൾ പ്രഭാവതി ഈ ഇസബെല്ലയും കെവിനും പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് അവർ എന്നോടും പറഞ്ഞിരുന്നു ഒരിക്കലും നമ്മൾ അവരുടെ പേര് പറയാണ്ടിരുന്നാൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അതെങ്ങനെയാണ് നന്ദ, നീ അല്ലല്ലോ ഋഷിയുടെ ബോഡി മറവ് ചെയ്തത്, അത് കെവിനല്ലേ, അപ്പോൾ പിന്നെ അത് എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കെവിനല്ലേ അറിയുള്ളൂ, നിനക്കറിയില്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം അതൊക്കെ കെവിനോട് ചോദിച്ച് മനസ്സിലാക്കാം, എന്തായാലും ഞാൻ കെവിനെ ഇസബെല്ലേനെയും ഇതിൽ തെറ്റുകാരാക്കൂലെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവികയാണെങ്കിൽ ഈ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛാന്ന് ചോദിക്കുമ്പം എനിക്ക് ഒരു പിടിയില്ല മോളെ, എന്തായാലും ഞാൻ ഹരിയേട്ടനായിട്ടൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ച് ഹരിയേട്ടനെ വിളിച്ചിരുന്നു, ഹരിയേട്ടൻ ഫോൺ എടുത്തില്ല, എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു. പിന്നീട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രീ ആകുമ്പോൾ വിളിക്കാമെന്ന്. എന്തായാലും ഹരിയേട്ടൻ വിളിക്കട്ടെ, അപ്പം ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ ഹരിയേട്ടനോട് പറയാം, ഹരിയേട്ടൻ എന്താ പറയണതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പം ഈ ദേവിക പറയുന്നുണ്ട് അച്ഛാ നന്ദു ശിക്ഷിക്കപ്പെടൂലേ എന്ന് ചോദിക്കുമ്പം പിന്നെ ശിക്ഷിക്കപ്പെടാതെ മോൾ എന്താ വിചാരിച്ചേക്കണേ, ഇത് നിസ്സാര കേസും അല്ലാണോ, ഒരു കൊലക്കേസല്ലേ, ഒരു കൊലപാതകം ചെയ്ത ആളെ നിയമം എത്രയധികം ശിക്ഷിക്കുമെന്ന് മോൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പം ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തോടുകൂടി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ എന്തായാലും ദേവികയെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഫോണെടുത്ത് ദേവികയെ വിളിക്കുന്നുണ്ട്. ദേവിക ഫോണെടുത്തത് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം മോളെ എനിക്കൊന്ന് കാണണമല്ലോ, മോൾക്കും ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അതിനെന്താ അമ്മേ ഞാൻ വരാം, ഇപ്പം മാധവൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എൻ്റെ കാര്യം ഓർത്തിട്ടുള്ള വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മാധവനോട് സമാധാനമായിട്ടിരിക്കാൻ പറ, മോളെന്തായാലും പെട്ടെന്ന് തന്നെ ചന്ദ്രത്തേക്ക് വന്നോട്ടോ എന്നും പറഞ്ഞ് പ്രഭാവതി ഫോൺ വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിക മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് അമ്മ എന്തിനായിരിക്കും അത്യാവശ്യമായിട്ട് തന്നെ ചന്ദ്രത്തേക്ക് വിളിച്ചത്, ഇനി നന്ദു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിലും എന്തായാലും അവിടെ ചെന്ന് നോക്കിയ കാര്യങ്ങൾ അറിയാലോ എന്നും പറഞ്ഞ് ചന്ദ്രത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം ചന്ദ്രോത്ത് ഭയങ്കര പ്രശ്നങ്ങളാക്കിയാന്ന് അറിഞ്ഞിട്ട് ഭാർഗവി ചന്ദ്രോത്ത് ചെല്ലുന്നുണ്ട്. പ്രഭാവതി ഭാർഗവീനെ കണ്ടതും എന്താ ഭാർഗവി കുറേ ദിവസമായല്ലോ കണ്ടിട്ടെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പ്രഭകുഞ്ഞ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നടക്കുമല്ലേ, ഇപ്പം തന്നെ നന്ദുമോൻ തല്ലിയിട്ടാന്നും പറഞ്ഞ് ആ മാധവൻ ഹോസ്പിറ്റലാന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അത് നേരെ ഭാർഗവി, നന്ദു മനഃപൂർവ്വം ഒന്നുമല്ല അറിയാതെ സംഭവിച്ചത്, എന്നാലും അത് സംഭവിച്ചത് നന്ദൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണെന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട് അതെന്താ ഇത്ര വലിയ ആന കേസാണോ, നന്ദൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കൊണ്ടുവന്നും പറഞ്ഞ് പിന്നെ അത് പ്രശ്നമാക്കേണ്ട കാര്യം എന്താ,
ദേവിക ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞുല്ലോ, അവൾക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള ധൈര്യമൊക്കെ കിട്ടിയെന്ന് പറയുമ്പം അതൊന്നും സാരമില്ല ഭാർഗവി, ആരായാലും അതല്ലേ ചെയ്യുള്ളൂ. നന്ദൻ മനഃപൂർവ്വം അല്ല തല്ലിയെന്ന് പിന്നീടല്ലേ മോൾ അറിഞ്ഞത്, അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായ. എന്തായാലും ഇപ്പോൾ ദേവികയുടെ തെറ്റിദ്ധാരണയൊക്കെ മാറി എന്ന് പറയുമ്പോൾ ഭാർഗവി ചോദിക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും ഇവിടെ പ്രശ്നമുണ്ടോ പ്രഭക്കുഞ്ഞെന്ന് ചോദിക്കുമ്പം എന്ത് പ്രശ്നം, ഒരു പ്രശ്നമില്ല ഭാർഗവി എന്ന് പറയുന്ന സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, പ്രഭക്കുഞ്ഞിനെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ, പ്രഭക്കുഞ്ഞ് എന്തോ ഒരു പ്രശ്നത്തിന് നടക്കാം, അതെന്തായാലും എന്നോട് തുറന്നു പറ. സമയത്ത് പ്രഭാവതിയാണെങ്കിൽ ഒന്നും മിണ്ടണില്ല. പിന്നീട് കാണിക്കുന്നത് രജനീനെയും ഗിരീഷിനെയാണ്. ഗിരീഷിനാണെങ്കിൽ രജനിയുടെ കരച്ചിൽ കണ്ടിട്ട് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ഗിരീഷിൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, മോളെ മതി നീ കരഞ്ഞത്, നീ ഇങ്ങനെ കരഞ്ഞ് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനൊരാപത്ത് വരാതെ നീ കരച്ചിൽ നിർത്തുമെന്ന് പറയുമ്പം എന്താ അമ്മ പറയണേ, ഞാനിതെങ്ങനെ സഹിക്കും, നന്ദന ഒരാളെ കൊന്നു എന്ന് കേട്ടാൽ ഞാനതെങ്ങനെ കരയാണ്ടിരിക്കും, ഇനി എൻ്റെ നന്ദനെ എങ്ങനെ രക്ഷിക്കും എന്നൊക്കെ പറയുമ്പം ഗിരിയുടെ അമ്മ പറയുന്നുണ്ട്, അതിനല്ലേ ഇവിടെ നിയമവും കോടതിയൊക്കെ ഉള്ളതെന്ന് ചോദിക്കുമ്പം ഗിരി പറയുന്നുണ്ട്, അമ്മ ഇതെന്തറിഞ്ഞിട്ടാണ് പറയണേ, ഒരാളെ കൊന്ന കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഒരാളുടെ കൊലയാളീനെ രക്ഷിക്കാൻ എന്ത് നിയമം ഉണ്ടെന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടേണ്ടതെന്ന് ചോദിക്കുമ്പം രജനി പറയുന്നുണ്ട്, എന്തായാലും ആ ദേവിക ഇനി അവന് പരമാവധി ശിക്ഷ വാങ്ങി കൊടുക്കാനേ നോക്കുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഗിരിയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, നീ കുറേ നേരമായല്ലോ ദേവികയെ തന്നെ കുറ്റപ്പെടുത്തണം, നിൻ്റെ ആങ്ങളെ ചെയ്ത തെറ്റും നീ എന്തിനാ ദേവികയുടെ തലയിലോട്ട് കെട്ടിവെക്കണേന്ന് ചോദിക്കുമ്പം പിന്നെ അവൾ കാരണമല്ലേ ഇത് നന്ദന ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പം അവൾ കാരണമാവണേ എങ്ങനെയാണ്, നിൻ്റെ അമ്മയെ ഋഷി വഴി വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ടല്ലേ നന്ദൻ അവനെ കാണാൻ ചെന്നതും അവനെ കൊല്ലണ്ട വന്നതും, അല്ലാതെ ദേവിക അല്ലല്ലോ അതിന് ഉത്തരവാദി എന്ന് പറയുമ്പോൾ. എന്നാലും അവളിപ്പോൾ വലിയ MLA ഒക്കെ അല്ലേ, അവൾ നോക്കിയാൽ നന്ദനെ രക്ഷിക്കാൻ പറ്റൂലേ എന്ന് ചോദിക്കണം. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, MLAക്ക് കൊലപാതക കേസിലെ പ്രതികളെ രക്ഷിക്കലാണോ രജനി പണി, നീ എന്തായാലും ഒന്നും മിണ്ടാതിരിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പറഞ്ഞ് വഴക്കുണ്ടാവും. ഇപ്പം തന്നെ ഞാനിത് നിന്നോട് പറയണമെന്ന് വിചാരിച്ചതല്ല, നിൻ്റെ ഓരോരോ സംസാരങ്ങൾ കേട്ടപ്പോൾ നീ ഇത് അറിഞ്ഞിരിക്കണമെന്ന് കരുതി പറഞ്ഞതാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനും ഇസബല്ലയും കാറി പോണ സമയത്ത് ഇസബല്ല കെവിനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നന്ദൻ ദേവികയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ദേവികയ്ക്ക് ഭയങ്കര സങ്കടമായി എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവൾ കേസിനൊന്നും പോകില്ലായിരിക്കും, നന്ദനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനേ ശ്രമിക്കുകയുള്ളൂ, അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവനക്കും അവൾക്കും ഉള്ള പണി ഞാൻ കൊടുക്കും, എന്തായാലും നന്ദനും ദേവികയും ഇനി ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല, എന്നേക്കുമായിട്ട് അവർ പിരിയണം, ഇല്ലെങ്കിൽ ഞാൻ അവരെ രണ്ടുപേരെയും തീർത്ത് കളയുന്നത് കേട്ടതും കെവിനാണെങ്കിൽ ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഈ ഇസബല്ലയുടെ സ്വഭാവത്തിന് ഇസബല്ല എന്ത് ചെയ്യാനും മടിക്കില്ല എന്ന് കെവിനെ അറിയാം. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലയാണെങ്കിൽ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് അപ്പം വന്നിട്ട് പറയുന്നുണ്ട്, ബെല്ല ആ ഋഷിയുടെ കേസ് പുനരന്വേഷണം ചെയ്യാൻ പറഞ്ഞ് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം ഇസബല്ല പറയുന്നുണ്ട്, അത് വേറെ ഒന്നുമല്ല പാപ്പ, നന്ദൻ ഋഷിയെ കൊന്നു ദേവികയോടും വീട്ടിലുള്ളവരോടും സമ്മതിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ടതും ഈ കുരുവിള ചോദിക്കുന്നുണ്ട്, നന്ദൻ ഇത് എന്ത് പണിയാണ് കാണിച്ചത്, ഇനിയും നിൻ്റെ ഉദ്ദേശം എന്താ, നന്ദനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനാണോ തീരുമാനിച്ചേക്കണേ, അങ്ങനെ നീ ഇവിടെ തന്നെ നിന്നാൽ അധികം വൈകാതെ നീ ജയിലിൽ പോയി കിടക്കേണ്ട വരുന്നു. അത് കേട്ടതും ഇസബല്ല ചോദിക്കുന്നുണ്ട്, ഞാനെന്തിനാ ജയിലിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ കൊലപാതകം മാത്രമല്ല, കൊലപാതക ശ്രമവും അത് മൂടിവെക്കലും എല്ലാം കുറ്റകര, അതുകൊണ്ട് കൊല ചെയ്തയാൾ മാത്രമല്ല അതിന് കൂട്ടു നിന്നവരും ജയിലിൽ പോകുന്നു. അത് കേട്ടതും ഇസബല്ലയ്ക്ക് ഉറപ്പാവുന്നുണ്ട്, ഈ ഋഷി മരിച്ചിട്ടില്ലെങ്കിലും ഈ നാട്ടുകാരെയും നന്ദനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഇവർ രണ്ടുപേരും ജയിലിൽ പോകേണ്ടവരെന്ന് മനസ്സിലായതും ഇസബല്ലയാണെങ്കിൽ ഫോണെടുത്ത് ഋഷിയെ വിളിക്കുന്നുണ്ട്. ഋഷി ഫോണെടുത്തതും എന്താ ഇസബല്ല എന്ന് ചോദിക്കുമ്പോൾ അതേ ഋഷി, ഒരു പ്രശ്നമുണ്ട്, നന്ദൻ നിന്നെ കൊന്നു ദേവികയോടും അതുപോലെ ചന്ദ്രോത്തുള്ള എല്ലാവരോടും സമ്മതിച്ചു കഴിഞ്ഞു. അത് കേട്ടതും ഋഷി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ നന്ദൻ അങ്ങനെ സമ്മതിച്ചാൽ, അതിന് ഞാൻ മരിച്ചിട്ടില്ലല്ലോ, ഞാനിപ്പോഴും ജീവനോട് ഇരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദനെ നമ്മൾ അങ്ങനെയാണല്ലോ ധരിപ്പിച്ചേക്കണേ, അതുകൊണ്ട് അവൻ ആ വിശ്വാസത്തിൽ ആ ദേവികയോട് കുറ്റമൊക്കെ ആയിട്ട് പറഞ്ഞത്, ഇനിയിപ്പോൾ പോലീസും കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും, എങ്ങോട്ടെങ്കിലും നീ മാറി നിൽക്കുകയാണെങ്കിൽ അതാ നല്ലതെന്ന് പറയുമ്പോൾ ഞാനിനിയിപ്പോൾ എങ്ങോട്ട് മാറി നിൽക്കാനാ, ഞാൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളാം, പുറത്തേക്ക് ഇറങ്ങാതിരുന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പം അതൊന്നും അറിയില്ല, എന്തായാലും ഇതിനിപ്പോൾ വലിയ പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നണേന്നും പറഞ്ഞ് ഇസബല്ല ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്. പ്രഭാവതി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ദേവിക വരുന്നുണ്ട്. ദേവിക വന്നതും അമ്മ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് മോളെ, എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്, മോളെന്നെ തെറ്റിദ്ധരിക്കരുത്, ഒരു മകൻ്റെ അമ്മയുടെ വേദനയായിട്ട് മാത്രം കണ്ടാൽ മതി, എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, നന്ദനെ ശിക്ഷിക്കരുത് മോളെ, നന്ദനെ രക്ഷപ്പെടുത്തിയെടുക്കണം എന്ന് പറയുമ്പം ദേവിക ചോദിക്കുന്നുണ്ട്, അമ്മയുടെ മോനെ കൂട്ടുള്ള ഒരു മോനല്ലേ ഇപ്പോൾ കൊലപാതകം ചെയ്യപ്പെട്ടത്, ആ അമ്മയ്ക്കും ഉണ്ടാവില്ലേ അമ്മയെ വേദന, അത് നമ്മൾ മാനിക്കണ്ടേന്ന് ചോദിക്കുമ്പം ഈ പ്രഭാവതിയാണെങ്കിൽ മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് ദേവിക പറയുന്നുണ്ട്,
എന്തായാലും ഞാനായിട്ടൊന്നിനും പോവില്ല. അച്ഛൻ തന്നെ എന്തെങ്കിലും മുൻകൈ എടുത്ത് ചെയ്യുമെന്ന് എൻ്റെ പ്രതീക്ഷ. അച്ഛനും ഗിരീഷേട്ടനും പറയണത് എന്താണോ അത് ഞാൻ അനുസരിക്കുകയുള്ളൂ. അല്ലാതെ എൻ്റേതായ ഒരു പ്രത്യേക തീരുമാനം ഇതിലുണ്ടാവില്ല എന്നത് കേട്ടതും പ്രഭാവതിക്കാണെങ്കിൽ ചെറിയ ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. കാരണം സിദ്ധുവും ഗിരീഷിനും എന്തായാലും നന്ദനെതിരെ കേസിന് പോകില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് പ്രഭാവതി ആശ്വാസത്തോടു കൂടി നിൽക്കുന്നത്. അന്നേരം ദേവിക പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞത് കേട്ട് അമ്മ ആശ്വസിക്കുകയൊന്നും വേണ്ട. ഏറ്റവും കൂടുതൽ നന്ദനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നേക്കാളും കൂടുതലായിട്ട് അച്ഛനും ഗിരീഷേട്ടനും. അത് കേട്ടതും പ്രഭാവതിക്കാണെങ്കിൽ വീണ്ടും ഒരു ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോള് പറഞ്ഞത്, സിദ്ധുവും ഗിരീഷുമാണോ നന്ദനെ ജയിലിൽ വിടാനിരിക്കണേന്ന് ചോദിക്കുമ്പം ജയിലിൽ വിടാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇത് മറച്ചു വയ്ക്കാതെ നിയമ വഴിക്ക് നീങ്ങണമെന്ന് തന്നെയാണ് അച്ഛൻ്റെയും ഗിരീഷേട്ടൻ്റെയും താല്പര്യം. ഞാൻ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കണമെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ പ്രഭാവതിയാണെങ്കിൽ ദേവികയുടെ മുന്നിൽ കൈ കൂപ്പി നിന്നുകൊണ്ട് പറയുന്നുണ്ട്, മോളെ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ രക്ഷിക്കണം. സമയത്ത് ദേവിക പറയുന്നുണ്ട്, അമ്മ ഇത് എന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും നന്ദു തെറ്റ് ചെയ്തു എന്ന് അച്ഛനും അറിയാം, ഗിരീഷേട്ടനും അറിയാം. അവരെന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ ഞാൻ മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് അമ്മ അച്ഛനെയും ഗിരീഷേട്ടനെയും കണ്ട് സംസാരിക്കണേയായിരിക്കും നല്ലതെന്ന്. ആ നേരത്ത് പ്രഭാവതിയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.